ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഒരു 10-10:15 ആയപ്പോഴേക്കും നല്ലൊരു അടിപ്പ മഴ പെയ്തു. അതിൻ്റെ റിസൾട്ട് ഇന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു. നോക്ക്. ജൂൺ ജൂലൈ മാസങ്ങളിലെ പോലെ ശക്തമല്ലെങ്കിലും അത്യാവശ്യം വെള്ളക്കെട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്. അത്തം കറുത്താൽ ഓണം വെളുക്കുന്ന, ഇതിപ്പോൾ ലക്ഷണം കണ്ടിട്ട് ഓണം നല്ലോണം വെളുക്കും. അതേപോലെയാണ് മഴയുടെ പവറും അതുപോലെ മഴയുടെ വരവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ഇപ്പം മഴയും വരും, വെയിലും വരും. ഇപ്പോൾ വെയിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, ഇനി ഫുൾ അങ്ങോട്ടേക്ക് വെയിലായിരിക്കും. അപ്പോഴേക്കും മഴയും വരും. എന്നാൽ ഇനി മഴയാണെങ്കില മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇനി എപ്പോഴാണ് വെയിൽ വരിക, അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാസമായിട്ടാണ് ഈ സെപ്റ്റംബർ മാസം ഇപ്പം മുന്നോട്ട് പോകുന്നത്. മഴയും വെയിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നിർബന്ധമായിട്ടും നടന്നു പോകുന്നവരും ബസ്സിൽ പോകുന്നവരൊക്കെ കുട കരുത്തിയിരിക്കണം, ഇല്ലെങ്കിൽ പണി പാളും. എന്തായാലും എൻ്റെ ഏരിയയിലൊക്കെ, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളക്കെട്ടായ സ്ഥിതിക്ക് എന്തായാലും ജൂൺ ജൂലൈ മാസത്തിലെ പോലെ ഭയങ്കര വെള്ളക്കെട്ടൊന്നും ആയിട്ടില്ല. എന്നിരുന്നാലും അത്യാവശ്യം ഒരു മിനി വെള്ളക്കെട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് മാറിക്കിട്ടണം. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വെള്ളക്കെട്ടും എല്ലാം ആയ സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ടൈമാണ്. കാരണം ഇപ്പോഴത്തെ പനി അതൊരിച്ചിരി പ്രശ്നമാണ്. അത് നമ്മൾ നോക്കിയില്ലെങ്കിലേ പണി കിട്ടും. ഇപ്പം തന്നെ ഈ വെള്ളക്കെട്ടിലൊക്കെ കാണുമ്പോഴേക്കും ഓരോ ജീവികളൊക്കെ പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റും, വെയിലടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എല്ലാവരും വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങാതെ നോക്കുക. ഇപ്പോഴത്തെ പനി നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തപ്പുറം ഈ മഴയും വെയിലും പോലെ.